ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോകുന്നത് മീററ്റ് ടു മീററ്റ് ഡൽഹി എക്സ്പ്രസ് ഹൈവേ ആണ്. ഇത് കാണുന്നത് മീററ്റ് ഡൽഹി എക്സ്പ്രസ് ഹൈവേ. ഓക്കെ, നമ്മളിപ്പോൾ ഹരിയാനയിലുള്ള സോനിപത്ത് എന്നുള്ള ഏരിയയിലോട്ട് പോവാണ്. ഓക്കെ, നമ്മുടെ വീരപ്പൻ ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ. കട്ടക്ക് വണ്ടി ഓടിക്കാൻ വേറെ ആർക്കും അവസരം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. ഇവിടെ ഇതുവരെ നമ്മൾ മീററ്റ് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. ഇതുവരെ എന്താ വെച്ചാല് കംപ്ലീറ്റ്ലി വിസിബിൾ ആയിരുന്നു. ഓക്കെ, കോടയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തെളിച്ചുള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് മീററ്റ് ജസ്റ്റ് കടക്കുമ്പോൾ നമ്മുടെ ഒരു ടോൾ പ്ലാസ, ആ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഇതാണ്. വീണ്ടും കോടയായി, ആകെ കോട. ഈ റോഡിലുള്ള നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 100 km/h ആണ്. ഓക്കെ, 100 km/h സ്പീഡ് ലിമിറ്റുള്ള റോഡാണിത്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള, നല്ല വൃത്തിയുള്ള, നല്ല സ്റ്റാൻഡേർഡ് റോഡാണിത്. മീററ്റിൽ UP-നെ സംബന്ധിച്ചിടത്തോളം UP-ൽ ഇപ്പോൾ ഒരുപാട് നല്ല നല്ല റോഡുകളൊക്കെ ഉണ്ട്. റോഡിനൊരു കുറവില്ല UP-ൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇതാ ഡൽഹി മീററ്റ് എക്സ്പ്രസ് ഹൈവേന്ന് സോനിപത്ത് ആഗ്ര എക്സ്പ്രസ് ഹൈവേയിലോട്ട്. ആഗ്ര അല്ല അല്ലേ, ഫരീദാബാദ് ഡൽഹി ഫരീദാബാദ് എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറാണ്. റോഡുകൾ ഒരുപാടുണ്ടെങ്കിലും ടോളുകൾക്ക് ഒരു കുറവില്ല. ഇവിടെ നല്ല ടോളാണ്. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലും 150, 200, 320, 350, 340 ഇങ്ങനെയൊക്കെയാണ് ടോളിൻ്റെ ലെവൽ. ഇതടുത്ത ടോളാണ്, സെക്കൻഡ് ടോൾ. അതാണ് നമ്മൾ വന്ന എക്സ്പ്രസ് ഹൈവേ. മേലെ കാണുന്നതാണ് നമ്മൾ വന്ന എക്സ്പ്രസ് ഹൈവേ, ദില്ലി മീററ്റ് എക്സ്പ്രസ് ഹൈവേ. ഇത് നെക്സ്റ്റ് എക്സ്പ്രസ് ഹൈവേ. ഇത് കണ്ടു ഗൈസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഗാസിയാബാദ് ഭാഗത്താണെന്നുള്ളത്. UP-ൽ ഗാസിയാബാദ് റൂട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഉണ്ട്. ഇതുവരെ ഫുൾ കോടയായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ കോട കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി വിസിബിൾ ആയിട്ടുള്ള അവസ്ഥ ആണ്. ചെറിയ ചെറിയ സ്ഥലത്ത് ഓരോരോ സ്ഥലം മാറുന്നതനുസരിച്ച് കംപ്ലീറ്റ്ലി ഇത് മാറുന്നുണ്ട്. ചെറിയ ദൂരത്തിൽ ഉള്ള ഡിഫറൻസ് ആണിത്. ഒരുപാട് ദൂരമൊന്നുമില്ല. മാക്സിമം പോയാൽ ഒരു 30 കിലോമീറ്റർ അല്ലേ, 30 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതൊക്കെ. ഇതുണ്ടോ ഇവിടെയൊക്കെ നല്ല അത്ര സെറ്റപ്പ് അല്ല എന്നാണ് വീരപ്പൻ പറയണത്. ഫുൾ പാച്ച് വർക്കുകളാണ് അല്ലേ. ഇവിടെ 120 km/h സ്പീഡിൽ പോവാന്നാണ് ഇവർ പറയുന്നത്, ഇവിടുത്തെ ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ്. പക്ഷെ റോഡ് മറ്റേത്ര പോരാ, നമ്മൾ മീററ്റ് എക്സ്പ്രസ് ഹൈവേ അത്ര പോരാ. മീററ്റ് എക്സ്പ്രസ് ഹൈവേ പുതിയതാണ്, കുറച്ച് പഴയതാണ്. ഇതിന്റെ NE2 ആണത്. നാഷണൽ എക്സ്പ്രസ് ഹൈവേ. NE1 നമ്മൾ പോയില്ലേ, മുംബൈ വഡോദരയാണോ, ഡൽഹി വഡോദരയാണോ NE1 അല്ലേ. അത് നമ്മൾ കയറിയില്ലേ, കഴിഞ്ഞ മുംബൈ പോക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. വീരപ്പനെ ഒക്കെ വണ്ടിയിൽ എഴുതിച്ചാണത്, ഡോണ്ട് ഡ്രൈവ് ഡോണ്ട് ഫ്ലൈ എന്ന്. വീരപ്പ ഇടയ്ക്ക് പറക്കാറുണ്ട്. വീരപ്പനെ മെയിൻ പറപ്പിക്കല പരിപാടി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എത്ര 120 കത്തിച്ച് പോകുന്ന അത്ര ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ 28 കിലോമീറ്റർ ടു സോനിപത്ത്. പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല. മെയിൻ സംഭവം കാണാനുള്ളതൊക്കെ റോഡ് തന്നെയാണ്. റോഡും അപ്പുറത്തും വയലുകളുണ്ട്. ഗോതമ്പ് കൃഷിയും നമ്മുടെ കടുക് കൃഷിയും ഒക്കെ കാണാൻ പറ്റും. ഒരുപാട് സ്ഥലം ഇങ്ങനെ കൃഷിക്കായിട്ട് ഉണ്ട്. കടുകാണ് മെയിൻ ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നത്. സർസോക്ക് തേൽ. ഇത് കണ്ട നല്ല രസമുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ വലിയ വൃത്തി ഭംഗിയൊന്നും ഇല്ലെങ്കിലും
അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എത്തിയിട്ട് നെക്സ്റ്റ് ടോളിലെത്തി എത്തിയിരിക്കുകയാണ്. ടോളൊക്കെ നല്ല സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ടോൾ എന്തായാലും ഒരു സംഖ്യ പോകുന്നുള്ളത് ഉറപ്പാണ്. സെറ്റപ്പ് കണ്ടാലേ അറിയാം. ഇത് ഏതാ ടോള്? സ്ഥലത്തിന്റെ പേരെന്താണ്? അത് ഹരിയാന ബോർഡറാണോ തോന്നുന്നു അല്ലേ? ഇത് ഹരിയാന ബോർഡറാണോ സംശയമുണ്ട്. ഗുർഗാവ് അല്ലല്ലോ അത്, ഗുരുഗ്രാം. എന്തായാലും ടോളൊക്കെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ടോൾ പ്ലാസ ഇങ്ങനത്തെ ഒരു ടോൾ നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. പിന്നെ വേറെ വെറൈറ്റി ടോൾ നമ്മളെ നാഷണൽ 1-ലാണ്. അത് കിട്ടില്ല ടോൾ. പഴയ സെറ്റപ്പ്. ബറോഡ അല്ലേ? സെറ്റപ്പ് കർണാടക വണ്ടിയാണ് നമ്മളെ. ഓഹോ, ഇവിടെ മെയിനായിട്ട് നമുക്ക് ഹരിയാന അല്ലെങ്കിൽ UP വണ്ടികളെ കാണാൻ കിട്ടുള്ളൂ. ഡൽഹി വണ്ടി, ഡൽഹി, UP, ഹരിയാന. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സോനിപ്പത്തിലുള്ള ഒരു നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാന്ന്. ഓക്കെ, അപ്പോൾ ഫുൾ ആകെ മൊത്തം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയുണ്ട്? ഒറ്റ മിനിറ്റ്. ടൈം എത്രയാണോ? ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ സമയം 5:50, 5:50 ഈവനിങ്. ഇത് നമ്മൾ സോനിപ്പത്തിലുള്ള ഒരു ഗ്രാമപ്രദേശമൊന്നുമല്ല. സോനിപ്പത്തിലുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ഏകദേശം എത്തി തുടങ്ങി. 8 കിലോമീറ്ററും കൂടെയാണ് ഉള്ളത്. ഓക്കെ, പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ NH1 വന്നിട്ടുണ്ടായിരുന്നത്. നാഷണൽ ഹൈവേ 1 കയറി. എക്സ്പ്രസ് ഹൈവേ 2 അല്ലേ കയറി നമ്മള് അന്ന് കയറിയില്ലേ? അല്ല, ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ 2ഉം നാഷണൽ NE2 ആൻഡ് NH1 രണ്ടും കവർ ചെയ്തിട്ട് നമ്മൾ പോയിട്ടുള്ളത്. കേട്ടോ, ഇടയ്ക്ക് നല്ല ഹമ്പ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഡൽഹിയിലെ INA മാർക്കറ്റിലുള്ള കേരള ഹോട്ടലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഹോട്ടൽ തിരഞ്ഞ് കണ്ടുപിടിച്ചു ഞങ്ങൾ. ഡൽഹിയിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ ബാക്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്, മേലെ ഉണ്ട്. ഓക്കെ, നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഇതൊക്കെയുണ്ട്, ബോർഡുണ്ട്. ഓക്കെ, ഇവിടെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേരള ഹോട്ടൽ. എന്തായാലും കയറി നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്. വീരപ്പൻ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേരള ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പ്രോൺസ് റോസ്റ്റും പിന്നെന്താ ഒരു പോത്ത് ഫ്രൈയും പൊറോട്ടയും അപ്പോൾ ഓർഡർ ചെയ്ത് വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കേരള ഹോട്ടൽ. ഫ്രണ്ട്സ്, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, ഇത് പോത്ത് ഫ്രൈ വരട്ടിയത്, ഇത് പോത്തിൻ്റെ ഗ്രേവിയാണ്. അപ്പം ഞാനൊന്നെടുത്തു. കുറച്ച് ചെമ്മീൻ റോസ്റ്റ് എടുത്ത് വെക്കുകയാണ്. ചെമ്മീൻ ഫ്രഷാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ഗ്രേവി എടുത്ത് കൊള്ളാം. പേരുണ്ട്, സാധനത്തിന് പേരുണ്ട്. ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. പൊറോട്ട ടേസ്റ്റ്. പൊറോട്ട ചെമ്മീനൊരു കഷ്ണമുണ്ട്. കഷ്ണം എടുത്തതിനകത്ത് ഫ്രഷ് ചെമ്മീൻ എന്ന് പറഞ്ഞു. ചെമ്മീൻ കൊള്ളാം. ചെമ്മീനാണ് ഫ്രഷ്നെസ് കൊണ്ട് നല്ല കിടിലൻ ചെമ്മീൻ. വേറെ ഒരു പൊറോട്ടയും കൂടെ അങ്ങനെ ട്രൈ ചെയ്യുന്ന പരിപാടിയാണ്. പൊറോട്ടൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് പോത്ത് തന്നെയാണ്. ഇവിടെ പോത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് താമസിക്കുന്ന മലയാളികൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ വിചാരിക്കും. അത് ഇവരെ മെനു കാർഡിൽ തന്നെ നമുക്ക് ഇതാ ചിക്കൻ പോത്ത് ഇംഗ്ലീഷിലേ എഴുതൂല. നല്ല സെറ്റ് പൊറോട്ട, നല്ല അടിപൊളി അപ്പം, നല്ല ചെമ്മീൻ റോസ്റ്റ്, നല്ല പോത്ത് ഫ്രൈ. സജസ്റ്റ് ചെയ്യാൻ പറ്റും ആർക്കും. കൊള്ളാം.
ഞങ്ങൾ കഴിച്ചിട്ട് വരാം.